ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളാണ് അടുത്തത്. നമുക്ക് നോക്കാം. നിനക്കെന്നാടാ ഒരു വശപ്പശ? മൊത്തത്തിൽ 3 പ്രശ്നമുണ്ട്. 3 പ്രശ്നം? ആദ്യത്തെ ആ വലിയ കുഴപ്പമില്ല, ആണല്ലേ, സെറ്റായിക്കോളും. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ്. പാപ്പൻ എന്ന് പറഞ്ഞൊരു പരനാറിയുണ്ട്, അയാളെല്ലാം ജാഫർ ഇടുക്കി, 260. 3 വർഷം മിസ്റ്റർ പുഷ്പകണ്ഠമായിരുന്നു. ബാബുരാജിനെ കണ്ടിട്ട് കുറെ നാളായിട്ടോ. തലയ്ക്ക് വെളിവില്ലാത്തവനാ. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടാലുണ്ടല്ലോ ഈ പറയുന്ന പാപ്പൻ ഫ്ലാറ്റാ. നമുക്ക് അവരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്താലോ? ആരാ എന്നെ ഉണ്ടാക്കണം, നീ പാപ്പം കാണിച്ചിടാം. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം ഇതെന്നാ ഐഡിയാടാ. നല്ലൊരു താരാണ് പെങ്കൊച്ച് മഹിമ. അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചെയ്യും. കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിയുടെ കുറവുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിലും നീ എന്നോടൊരു ഐഡിയ ചോദിക്കാതെ ഞാൻ എങ്ങനെ എന്നോടൊരു ഐഡിയ പറയും? അപ്പോ 3ാമത്തെ പ്രശ്നോ? കൊച്ചിനെ ലാൻഡ് ചെയ്യിച്ചോ, ബാക്കിയൊക്കെ ഈ സിബി സിമ്പിളായിട്ട് ഡീൽ ചെയ്തോളാം. അപ്പൊ എന്നെ ലിറ്റിൽ ഹാർട്സ്. മനുഷ്യനെ ടെൻഷൻ ആക്കാതെ കാര്യം എന്താന്ന് പറഞ്ഞേ? ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. എന്റെ പൊന്നുമാണ് സത്യം, ഒരാളോട് ഞാൻ പറയില്ല. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഫൺ എന്റർടൈൻമെന്റ് ഫിലിമാണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും നമുക്ക് കുടുംബസമേതം നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു പടം എന്നാണ് ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായത്. അപ്പൊ ഈ സിനിമ ഇറങ്ങുന്നത് ജൂൺ 7-നാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാര് ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ, ബാബുരാജ്, ജാഫർ ഇടുക്കി ഇപ്പം മിക്ക സിനിമയിലും ഉണ്ട്. കഴിഞ്ഞ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ ആ സിനിമയിലും ഉണ്ട്. പിന്നെ രഞ്ജി പണിക്കർ, പാർവതി ബാബു തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് എബി ട്രീസ പോളാണ്, ആൻഡോ ജോസ് പെരേര. പിന്നെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് രാജേഷ് പിന്നാടനാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ലൂക്ക് ജോസ് ആണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കൈലാസ് മേനോൻ. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ് ആണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ആണ്. ജൂൺ 7-ആണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഷെയ്ൻ നിഗത്തിനും മഹിമ നമ്പ്യാർക്കും ഒക്കെ സപ്പോർട്ട് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.